രജിസ്ട്രേഷൻ വകുപ്പിനെ സുതാര്യവും കാര്യക്ഷമവുമാക്കി ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഈ വർഷം തന്നെ ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് നടപ്പിലാക്കുമെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. തൃശൂർ ജില്ലാ രജിസ്ട്രേഷൻ ഓഫീസിൽ ജില്ലാതല അവലോകനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ വരുമാന സ്രോതസ്സിൽ രണ്ടാം സ്ഥാനത്തുള്ള രജിസ്ട്രേഷൻ വകുപ്പിന് ഇന്ന് സംസ്ഥാനത്ത് 315 സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിലവിലുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വകുപ്പിനെ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിച്ചു വരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ രജിസ്ട്രാർ ഓഫീസുകളും കമ്പ്യൂട്ടർവൽക്കരിച്ചു. രജിസ്ട്രേഷനുള്ള തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിക്കാനുള്ള ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തി. ആധാരപ്പകർപ്പുകൾ, ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ ഓൺലൈനായി ലഭ്യമാക്കി വരുന്നു. ഒരു ജില്ലയ്ക്കകത്ത് ആധാരങ്ങൾ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം, മുദ്രപത്രങ്ങൾക്ക് സ്റ്റാമ്പിംഗ്, വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സൗകര്യം, പണമിടപാടുകൾക്ക് പോസ്, പേയ്മെന്റ് സൗകര്യം തുടങ്ങി വിവിധ സേവന മേഖലകളിൽ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും സുഗമമായും ലഭ്യമാക്കുക എന്നതാണ് ഈ പരിഷ്കാരങ്ങളുടെയെല്ലാം ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് പല ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇത്തരം പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ പ്രശ്നങ്ങളെ പരിശോധിച്ച് പരിഹരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓരോ ജില്ലയിലും നേരിട്ട് ചെന്ന് നേട്ടങ്ങളും അതോടൊപ്പം പ്രശ്നങ്ങളും വിലയിരുത്താൻ തീരുമാനിച്ചത്. ഇന്ന് ഈ ജില്ലയിൽ സബ് രജിസ്ട്രാർമാരുടെ യോഗം വിളിച്ചു ചേർത്തതും ഇതിന്റെ ഭാഗമായിട്ടാണ്. വകുപ്പിലെ IG അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഈ അവലോകനത്തിൽ ആധുനികവൽക്കരണ നടപടികൾ വേഗത്തിലാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ സുഗമവും സുതാര്യവുമായി ലഭ്യമാക്കുക എന്നതാണ് വകുപ്പിന്റെ ലക്ഷ്യം. ജില്ലയിൽ നടന്ന അവലോകന യോഗത്തിൽ വകുപ്പ് IG ശ്രീധന്യ സുരേഷ്, ജില്ലാ രജിസ്ട്രാർ, ജില്ലയിലെ 30 സബ് രജിസ്ട്രാർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ.